നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊട്ടിയൂരിൽ പാരമ്പര്യ അവകാശവാദവുമായി മുസ്ലിം കുടുംബം രംഗത്ത്. ക്ഷേത്രം അധികൃതരുമായി ചർച്ച നടത്തിയെന്ന് സൂചന. ചടങ്ങുകൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ ഇതെന്ന ആശങ്ക ബലപ്പെടുന്നു. കൊട്ടിയൂരിൽ ഇനി ഒരു വാവർ വേണ്ടെന്ന് ശശികല ടീച്ചറും. അതിപുരാതനമായ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ചടങ്ങിന് പാരമ്പര്യ അവകാശവാദവുമായി ഒരു മുസ്ലിം കുടുംബം രംഗത്ത്. കോട്ടയം മലബാർ പൊന്നമ്പിലാത്ത് പാറപ്രവൻ എന്നു പേരുള്ള മുസ്ലിം തറവാടാണ് അവകാശവാദവുമായി എത്തിയിരിക്കുന്നത്. ഇവർ നീരിനിളത്ത് ദിനത്തിൽ കൊട്ടിയൂരിലെത്തിയ ഇവർ ക്ഷേത്ര പരിസരത്തുള്ള നദിയിൽ ഇറങ്ങുകയും ചെയ്തു. കൊട്ടിയൂർ ക്ഷേത്രം അധികൃതരുമായി ഇവർ ചർച്ച നടത്തിയെന്നും പറയപ്പെടുന്നു. മുമ്പ് വാവലിപ്പുഴയിൽ നിന്നും സന്നിധാനത്തിലെ പ്രദക്ഷിണ വഴിയായ തിരുവിഞ്ചറയിലേക്ക് വെള്ളം തിരിച്ചുവിട്ടിരുന്ന തങ്ങളാണ് എന്നാണ് കുടുംബത്തിന്റെ അവകാശവാദം. ശബരിമല കഴിഞ്ഞാൽ പ്രത്യേക സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. അപൂർവങ്ങളിൽ അപൂർവവും നിഗൂഢവുമാണ് ഇവിടുത്തെ ചടങ്ങുകൾ. വൈശാഖ മഹോത്സവത്തിൽ ആചാരങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന് സംശയമുണ്ടെന്നും സംഭവത്തിൽ അതിരൂക്ഷ പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയും രംഗത്തെത്തി. കൊട്ടിയൂരിൽ പണ്ട് കൂലിപ്പണിക്ക് വിളിച്ചതിന് അവകാശം ഉന്നയിച്ച ചിലർ ഇപ്പോൾ വരുന്നതിന്റെ ഉദ്ദേശം എന്തെന്നറിയാൻ പാഴൂർ പടിപ്പുരയിൽ പോകേണ്ടല്ലോ എന്നാണ് ശശികല ടീച്ചർ പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണകാലത്ത് ക്ഷേത്രത്തിന്റെ പരിസരം വൃത്തിയാക്കാനും മറ്റുമായ ഇനത്തിൽ കൂലിപ്പണിക്ക് നിർത്തിയിരുന്ന ഒരു മുസ്ലിം കുടുംബത്തിന്റെ പിന്മുറക്കാർ ഇപ്പോൾ പാരമ്പര്യ അവകാശവാദവുമായി കൊട്ടിയൂരിൽ ക്ഷേത്ര ഭാരവാഹികളെ സമീപിച്ചിരിക്കുകയാണ്. പഴശ്ശിരാജാവിന്റെ കുടുംബമായ കോട്ടയം കോവിലകത്തിന്റെ കീഴിലായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിലെ 120 വർഷങ്ങൾക്ക് മുമ്പ് മൂത്തപ്പള്ളിമനയിലെ നമ്പൂതിരിമാർ താന്ത്രിക പൂജകൾ നടത്തിയിരുന്ന കാലത്ത് വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്തുള്ള പുഴയിൽ നിന്നും വെള്ളം കയറി ക്ഷേത്രാചാരങ്ങൾക്ക് ഭംഗം വരാതിരിക്കാൻ കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കുന്നതിനും മറ്റുമായ ചില ജോലികൾ അടുത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തെ ഏൽപ്പിച്ചിരുന്നു. നാട്ടിൽ കൂലിപ്പണി ചെയ്തു വന്നിരുന്ന അവർ അത് ഏറ്റെടുത്ത് ചെയ്യുകയും കൃത്യമായ കൂലി കൈപ്പറ്റുകയും പോവുകയും ചെയ്തതാണ്. പഴയ കൂലിപ്പണി ചെയ്തവരുടെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞ ചിലർ അവർക്ക് ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശമുണ്ടെന്നും പറഞ്ഞ് എത്തുകയും ക്ഷേത്ര ഭാരവാഹികളുടെ അറിവോടുകൂടിയോ അല്ലാതെയോ ക്ഷേത്ര പരിസരത്തുള്ള നദിയിൽ ഇറങ്ങി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ പോകുന്ന അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ വാവർ എന്ന കെട്ടുകഥ ഉണ്ടാക്കി കുത്തി നിറച്ച പോലെ തന്നെയാണിതും. അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുന്നവരെ അറത്തുങ്കൽ പള്ളിയിൽ കയറ്റി മാല ഊരിച്ച് കീശ നിറയ്ക്കുന്ന പോലെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പേരിലും അവകാശവാദം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. നാളെ ഞങ്ങൾ വെള്ളം തരുന്നത് കൊണ്ടാണ് വൈശാഖ മഹോത്സവം നടത്തുന്നതെന്ന മതേതര വാഴ്ത്തുകൾ നാം കേൾക്കേണ്ടി വരും. ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും അവിടെ സവിശേഷ അധികാരങ്ങളും ആചാരങ്ങളുമുണ്ട്. അതുമാത്രം മതി. കൊട്ടിയൂരിൽ ഇനിയൊരു വാവർ വേണ്ട. സൂചി കൊണ്ടെടുക്കേണ്ടത് സൂചി കൊണ്ടെടുക്കുക, പിന്നെ തൂമ്പ എടുക്കേണ്ടി വരരുതെന്നും ശശികല ടീച്ചർ മുന്നറിയിപ്പ് നൽകുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിലെ വരുമാനവും പ്രാധാന്യവും വർദ്ധിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് പാരമ്പര്യ അവകാശവാദം ഉയരുന്നതെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. ഏതായാലും കൊട്ടിയൂരിൽ ഇത് എത്ര കണ്ട് വിലപ്പോകും എന്ന് നമുക്ക് ഇനി അറിയേണ്ടതുള്ളൂ.